ഇവിടെ ഈ പ്രഡേറ്റേഴ്സിന്, ഈ വേട്ടക്കാർക്ക് അവർക്ക് ആരാണ് കൂട്ടെന്ന് ചോദിച്ചാൽ ഇവിടെ സർക്കാരും കൂട്ടാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വേട്ടയ്ക്കൊരു കൂട്ടാളി ഇവിടെ സുഹൃത്തെന്ന നിലയിലല്ല, ആ ഒരു കൂട്ടാളിയായി ആ ഒരു വേട്ട നടക്കുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള സമീപനമാണ് 4.5 കൊല്ലം ഒരു റിപ്പോർട്ട്, അതും ഈ ഒരു വേട്ട നടത്തിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിലൂടെ കൂട്ടാളിയാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാർക്കൊപ്പമാണെന്നല്ല, ഞങ്ങളും വേട്ടക്കാരാണ് എന്ന തരത്തിലുള്ള ഒരു സമീപനമായിപ്പോയി എന്നുള്ളത് ഖേദകരമാണ്. അത് തിരുത്തി തുടങ്ങുന്നതിൽ പൊതുസമൂഹത്തിന്റെ മനസ്സ് മനസ്സിലാക്കി അത് തിരുത്തി തുടങ്ങുന്നെങ്കിൽ അത് നല്ല കാര്യം. പക്ഷേ ഇവിടെ കോടതി പറയട്ടെ, ഹൈക്കോടതിയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്ന നടപടി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സമയമുണ്ടല്ലോ, അങ്ങനെ ഒരു സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. കാരണം സെപ്റ്റംബർ 10-ാം തീയതിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പരിശോധിച്ചിട്ട് ഞങ്ങൾ ഇനി പറയാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ മന്ത്രിമാരടക്കം പറഞ്ഞത് കോടതി പറയട്ടെ, കോടതി പറഞ്ഞിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ്. അങ്ങനെ 10-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് വേട്ടക്കാരും കൂട്ടാളികളും എല്ലാം ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ബംഗാളിൽ നിന്ന് ആ ഇടിമുഴക്കം ഇങ്ങ് വന്നത്.